ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി മാംഗോ സ്വീറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെക്കുക. എന്നിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. ഇതിൻ്റെ ഒരെണ്ണം മതി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ. മറ്റേ മാങ്ങയുടെ ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത മാങ്ങകളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. അതും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹാഫ് കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതില്ലെങ്കിൽ ഇതിൻ്റെ പകരം നമുക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു പിഞ്ച് സാൾട്ടും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് നന്നായി പേസ്റ്റ് പോലെ ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്ക് കൺസിസ്റ്റൻസി ആവണ വരെ നന്നായി ബാറ്ററെല്ലാം ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അല്പം സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളറിന് വേണമെങ്കിൽ ജസ്റ്റ് ഒരു പിഞ്ച് യെല്ലോ കളറും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ആണ്. ഏത് നട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ മാങ്ങ ഇവിടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ട് ബ്രെഡെല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച മാംഗോയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ബ്രെഡെല്ലാം അതിൽ നന്നായിട്ട് മെൽറ്റ് ആവണം കേട്ടോ. അതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. നട്ട്സ് ഏതായാലും കുഴപ്പമില്ല. കാഷ്യോ അതുപോലെ തന്നെ പിസ്ത പൊടിച്ചത് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഇതുള്ളത് കാരണം ഞാനത് ഇട്ട് കൊടുത്തെന്നുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് ബൈറ്റ് ചെയ്യാൻ. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡിൻ്റെ സ്ലൈസും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കണം. ഇപ്പം എല്ലാ ബ്രെഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാംഗോ ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം.
ഇനി ബാറ്റർ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ആൽമണ്ട് ഫ്ലേക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ചോപ്പ് ചെയ്ത് വെച്ച മാംഗോ പീസസും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 to 5 അവർ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണം. പിന്നെ ഇത് അവൽ മിക്സറാണ്. ഇത് എൻ്റെ വ്യൂവർ, എൻ്റെ ഫ്രണ്ടും കൂടി ആയിട്ടുള്ള സുമീന ഉണ്ടാക്കിയിട്ട് ഫോട്ടോ വിട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. നമ്മളുണ്ടാക്കിയതൊക്കെ മറ്റൊരാൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ വീറ്റിൻ്റെ ബനാന കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരമൽ കേക്ക്. അതും അതുപോലെ ഷെഹന ട്രൈ ചെയ്തിട്ട് ഫോട്ടോ വിട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വ്യൂവറും ഫ്രണ്ടും കൂടി ആയിട്ടുള്ള ഷംസിയ, അവളുണ്ടാക്കി വിട്ട ഫോട്ടോ ആണ് ഇത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം. നല്ല തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്.